ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്പ് കോഡ് ടാബിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ഓപ്പ് കോഡുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജ് ഇക്വലൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിക്കുന്നത് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ ചോദിച്ചു. ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എല്ലാ ഇൻസ്ട്രക്ഷനുകൾക്കും അഡ്രസ്സുകൾ അസൈൻമെൻറ്റ് നടത്തണം. അപ്പം നമ്മൾ SICയുടെ പാസ് 1 ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ വർക്ക് ചെയ്യിക്കണം. അപ്പം നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് 4000 തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം നോർമൽ ഒരു SIC ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ഫസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ ഉള്ള അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 4000 ആണ്. ഫസ്റ്റ് LDX 0 കഴിയുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 1003 എന്ന് പറയുന്നത് ആകും. ഓക്കെ, പിന്നെ LDA 0 അത് നോർമൽ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ 1006 ആകും. അങ്ങനെ നോർമൽ ഇൻസ്ട്രക്ഷൻ വരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 3 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണം. ഇനി വേർഡ് ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ അവിടെ നമ്മൾ 3 ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വേർഡ് തന്നിട്ടുണ്ട്. റിസർവ് വേർഡ് ആണെങ്കിൽ എത്ര വേർഡാണോ റിസർവ് ചെയ്തിരിക്കുന്നത് അതേ ഇൻറ്റു 3 ആയിരിക്കണം ചെയ്യേണ്ടത്. സോ അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ കൗണ്ടറുകൾ പ്രോപ്പറായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ടേബിൾ റിസർവ് വേർഡ് 2000 എന്നും തന്നിരിക്കുമ്പം 2000 വേർഡുകൾ റിസർവ് ചെയ്തിരിക്കും. അപ്പോൾ 2000 ഇൻറ്റു 3 കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വേണം ആ സ്റ്റേറ്റ്മെൻറ്റ് ബിഗിനിങ് ഉള്ള ലൊക്കേഷൻ കൗണ്ടറിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരാൻ. വേർഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ജസ്റ്റ് 3 മാത്രം ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് അത്രയും ചേഞ്ചസ് ആയിരിക്കും വരുത്തുന്നത്. അങ്ങനെ നമ്മൾ ഈ കോഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ജനറേറ്റ് ചെയ്യണം? ലൊക്കേഷൻ കൗണ്ടേഴ്സ് ജനറേറ്റ് ചെയ്യണം. കൂടാതെ ലേബൽ ഫീൽഡിൽ ഉള്ള കാര്യങ്ങൾ ലേബലും കറസ്പോണ്ടിങ് അഡ്രസ്സുകളും കൂടി സിമ്പിൾ ടേബിളിലോട്ട് സൂക്ഷിക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ സം സ്റ്റാർട്ട് 4000 റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് 4000 ആണെന്ന് മനസ്സിലായി. ദെൻ ഫസ്റ്റ് LDX 0 അതൊരു നോർമൽ SIC സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ 4003 അങ്ങനെ 409 40C 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ ABC പിന്നെ DEF പിന്നെ 4012 റിട്ടേൺ സബ് റൂട്ടീൻ R സബ് അത് 3 ബൈറ്റ് ആണ്. അങ്ങനെ 4015 അവിടെ വെച്ചിട്ട് 2000 വേർഡാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2000 ഇൻറ്റു 3 എടുക്കണം. ദാറ്റ് ഈസ് 2000 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6000. 6000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ അത് ഡെസിമലിലാണ് 6000. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5785 എന്ന് കിട്ടും. 5785 നിൽക്കുമ്പോൾ ഒരു വേർഡാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 5785 പ്ലസ് 3 5788. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് ഇത്രയും വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡുകൾ നമ്മൾ പറയാൻ നോക്കുകയാണെങ്കിൽ റിസർവ് വേർഡിനും റിസർവ് ബൈറ്റിനും ഒന്നും ഒബ്ജക്റ്റ് കോഡുകളില്ല. വേർഡിന് ആ കോൺസ്റ്റന്റ് വാല്യൂ എന്താണോ അതാണ് ഒബ്ജക്റ്റ് കോഡ്. ഇനി നോർമൽ ഒരു SIC ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് LDXന് കറസ്പോണ്ടിങ് ഓപ്പ് ടാബിൽ 04 കിടപ്പുണ്ട് അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് LDX 04 എന്ന്. അത് ഇടുക. 0യുടെ വാല്യൂ നമ്മൾ ഇതാ ഇവിടെ വെച്ച് 5788 എന്ന് കിട്ടി. സോ 5788. അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റ് കോഡുകൾ 1 by 1 എഴുതി വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹെഡർ റെക്കോർഡ് എഴുതണം. ഹെഡർ റെക്കോർഡ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെഡറിൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് നമുക്ക് ആദ്യം ബിഗിനിങ്ങിൽ തന്നിട്ടുണ്ട് സം എന്നുള്ളത്. സോ സം. ദെൻ പിന്നെ നമുക്ക് എന്തോ ഉണ്ട്? സ്റ്റാർട്ടിങ് അഡ്രസ്സ് 4000 തന്നിട്ടുണ്ട്. ടോട്ടൽ പ്രോഗ്രാം ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അവസാനം നിൽക്കുന്നത് 4000 മൈനസ് 57.8E. അപ്പം നമുക്ക് 178E എന്നുള്ള ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് എടുക്കേണ്ടത്. 178E ആണ് ലെങ്ത്. ഇതിനകത്ത് 780 ആണ് തന്നിരിക്കുന്നത്. 178E ആണ് ലെങ്ത്. ഇനി നമ്മൾ ടെക്സ്റ്റ് റെക്കോർഡിൽ നമ്മൾ T ഇടുക. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് അഡ്രസ്സ് 400. ഇനി എത്ര വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ 4012 വരെയുള്ള കോഡുകൾ കണ്ടിന്യൂസ് ആണ് അല്ലേ? 4012 വരെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അത്രയും വരെ ഉള്ളതിൻ്റെ ലെങ്ത് ഒരെണ്ണത്തിന് 6 ഡിജിറ്റിന് കറസ്പോണ്ടിങ് 3 വെച്ചിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ 3 3 6 3 9 അങ്ങനെ നമ്മൾ നോക്കുമ്പം 15 കിട്ടും. കാരണം 1 2 3 4 5 6 7 7 3 21. 21ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 50 എന്ന് പറയുന്നത്. എന്നിട്ട് 1 by 1 ഒബ്ജക്റ്റ് കോഡുകൾ എഴുതുക. ഇനി നമുക്ക് ആകെ ഒബ്ജക്റ്റ് കോഡ് എഴുതാനുള്ളത് 5788 ഒരു 000 കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ T 5788 6 ഡിജിറ്റ് അല്ലേ? അപ്പം 3 ബൈറ്റ്. ദാറ്റ് ഈസ് ലെങ്ത് 3 പിന്നെ 000. പിന്നെ എൻഡ് റെക്കോർഡ് എഴുതണം. ഈ അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് എക്സിക്യൂട്ടർ 4000 അല്ലേ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്? അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് റെക്കോർഡിൽ T സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദി ഒബ്ജക്റ്റ് കോഡ് ഇൻ ദ മെമ്മറി വെർ ഇറ്റ് ഈസ് ലോഡഡ്. ഒബ്ജക്റ്റ് കോഡ് ലോഡ് ചെയ്യുന്ന മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അവയുടെ ലെങ്ത് 1 by 1 ആയിട്ട് ഒബ്ജക്റ്റ് കോഡ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.